നിങ്ങളുടെ അലമാരയിലുള്ള ഓരോ ഡ്രസ്സിനും ഒരു കാർബൺ ഫുട് പ്രിന്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? കഴിഞ്ഞ ദിവസം കലോത്സവ വേദിയിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വാസുകി IAS പറഞ്ഞ ഒരു കാര്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. 2018 സംഘടിപ്പിച്ച ഒരു റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാപ്പ് ഷോപ്പിൽ നിന്ന് കിട്ടിയ സാരിയാണ് ഇത്. അപ്പോൾ 18 ആയി, ഇപ്പോൾ അത് തന്നെ സെക്കൻഡ് ഹാൻഡ് ഐറ്റമാണ്. ഇപ്പോൾ 26 ആയി, 8 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഏറ്റവും പഴക്കമുള്ള സാരി എന്ന് പറയുന്നത് എൻ്റെ ഒരു സാരി 25 വർഷം പഴക്കമുള്ള സാരി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന സാരിക്ക് 8 വർഷത്തെ പഴക്കമുണ്ട്. 25 വർഷം പഴക്കമുള്ള സാരികളും ഞാൻ ഇന്നും ഉപയോഗിക്കുന്നുവെന്ന്. ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. നിങ്ങളുടെ അലമാരയിലെ ഓരോ സാരിക്കും ഓരോ വസ്ത്രത്തിനും ഒരു കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടെന്നറിയാമോ? ഒരു മനുഷ്യൻ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി പ്രകൃതിയിലേക്ക് എത്രമാത്രം കാർബൺ ഡയോക്സൈഡും മറ്റ് ഹരിതഗ്രഹ വാതകങ്ങളും പുറന്തള്ളുന്നു എന്നതിന്റെ അളവിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഭൂമിക്കുണ്ടാക്കുന്ന മലിനീകരണത്തിന്റെ അളവ്. ഓരോ വസ്തുവും നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു എനർജി അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഓരോ വസ്ത്രവും നിർമ്മിക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്നു, വൈദ്യുതി ഉപയോഗിക്കുന്നു, രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു, നൂലുണ്ടാക്കാൻ, തുണി നെയ്യാൻ, നിറം കൊടുക്കാൻ, ഫാക്ടറിയിൽ നിന്ന് കടകളിലേക്ക് എത്തിക്കാൻ. ഇതെല്ലാം ചേർന്ന് വലിയ തോതിൽ കാർബൺ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ചേർന്നതാണ് കാർബൺ ഫുട് പ്രിന്റ്. നാം ഒരു വസ്ത്രം വളരെ കുറച്ചു തവണ മാത്രം ധരിച്ചുപേക്ഷിക്കുമ്പോൾ അതിനുവേണ്ടി ചിലവാക്കിയ പ്രകൃതി വിഭവങ്ങൾ പൂർണ്ണമായും നഷ്ടമാവുകയാണ്. എത്ര വിലയുള്ള വസ്ത്രമെങ്കിലും അത് ആദ്യം ധരിക്കുന്ന ദിവസം മാത്രമാണ് പ്രശംസയും സന്തോഷവും. രണ്ടാം തവണ, മൂന്നാം തവണ അത് വെറും ഒരു ഡ്രസ്സ് മാത്രം. ക്ഷണികമായ സന്തോഷത്തിന് നാം പ്രകൃതിയെ കൊള്ളയടിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം ഈ അധിക കാർബൺ വാതകങ്ങളാണ്. ചൂട് കൂടുന്നു, മഴയുടെ ക്രമം തെറ്റുന്നു, പ്രളയവും വരൾച്ചയും കൂടുന്നു, കൃഷിയും കുടിവെള്ളവും ബാധിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കാർബൺ ഫുട് പ്രിന്റിന്റെ ഫലമാണ്. ഒരു വസ്ത്രം കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന കാർബൺ ഫുട് പ്രിന്റ് ഗണ്യമായി കുറയുന്നു. കൂടുതൽ കാലം ഉപയോഗിച്ചാൽ, വീണ്ടും വീണ്ടും റീയൂസ് ചെയ്താൽ, ആവശ്യമില്ലാതെ വാങ്ങാതിരുന്നാലൊക്കെ ആ വസ്ത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ മലിനീകരണം വർഷങ്ങളിലേക്കായി വിഭജിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ വർഷത്തെയും കാർബൺ ഫുട് പ്രിന്റ് കുറയുന്നു. പുറന്തള്ളപ്പെടുന്ന കാർബൺ ആഗിരണം ചെയ്യാനുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ സ്വാഭാവിക സംവിധാനം വനങ്ങളാണ്. അതുകൊണ്ടാണ് വനം വകുപ്പ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കാലാവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു ശാസ്ത്രീയ ദൗത്യം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഉപഭോഗശീലം അതിരുകടക്കുമ്പോൾ വനം വകുപ്പിന്റെ ശ്രമങ്ങൾ പോലും മതിയാകാതെ പോകുന്നു. പുനരുപയോഗം വെറും വ്യക്തിപരമായ ശീലമല്ല, അത് വനം വകുപ്പിനൊപ്പം നമ്മൾ ചെയ്യേണ്ട പരിസ്ഥിതി ഉത്തരവാദിത്വമാണ്. ബോധത്തോടെ ഉപയോഗിക്കണം. റീയൂസ് ചെയ്യൂ, റിപ്പീറ്റ് ചെയ്യൂ, പ്രൗഡായി പഴയത് ധരിക്കൂ. അതാണ് യഥാർത്ഥ സസ്റ്റൈനബിലിറ്റി.